നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഷീറ്റിന്റെ ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. കേരള കെമിക്കൽ കമ്പനി സപ്ലൈ യു ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഫ്രം ഇറ്റ്സ് കോസ്റ്റ് റെക്കോർഡ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെപ്റ്റംബർ 2021 75,000. അതായത് സെപ്റ്റംബർ 1 എന്ന ഡേറ്റ് തന്നത് നമുക്ക് എന്താണ്, അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ് എന്ന് മനസ്സിലാക്കാനാണ്. പിന്നെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 3 സെപ്റ്റംബർ 2021 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ് 91,500. ഡയറക്റ്റ് വേജ് ഉണ്ട് 52,500 ആണ്. ഇൻഡയറക്റ്റ് വേജ് ഉണ്ട് 2,250. സെയിൽസ് ഉണ്ട് 2 lakh ആണ് സെയിൽസ്. സെയിൽസ് നമുക്ക് എന്തിനാവും കോസ്റ്റ് ഷീറ്റിൽ തന്നിട്ടുണ്ടാവുക. നമുക്ക് അവിടെ കോസ്റ്റ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി തന്നിട്ടുള്ളതാണ്. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഓപ്പണിംഗ് ആണ് 28,000. വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിംഗ് ഉണ്ട് 35,000. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട് 35,000. പർച്ചേസ് റോ മെറ്റീരിയൽ 66,000 ഉണ്ട്. അതെന്തിനു വേണ്ടി തന്നിട്ടുള്ളതായിരിക്കും, നമുക്ക് നേരിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ തരാം. ഡയറക്റ്റ് മെറ്റീരിയൽ നേരിട്ട് തരാത്ത കേസിൽ നമ്മൾ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അത്. പിന്നെ ഫാക്ടറി റെന്റ്, റൈറ്റ് ആൻഡ് പവർ ഉണ്ട്. അതെന്താണ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആയിരിക്കും. ഡിപ്രിസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. അതും എവിടെ തന്നെ വരിക, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിന് താഴെ വരുന്നതാണ്. പിന്നെ എക്സ്പെൻസ് ഓൺ പർച്ചേസ് എവിടെ വരും, നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ആ ഇൻഫർമേഷൻ ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കേണ്ടത് റോ മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഇൻഫർമേഷൻ ഉപയോഗിക്കേണ്ടത്. പിന്നെ കാരേജ് ഔട്ട്വേർഡ് ഉണ്ട്. കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ചെലവാണ്. അപ്പോൾ അതെവിടെ ഉപയോഗിക്കണം, അത് ഉപയോഗിക്കേണ്ടത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിലായിരിക്കും. അഡ്വർടൈസിംഗ് ഉണ്ട്, ഉപയോഗിക്കേണ്ടത് എവിടെയായിരിക്കും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും. ഓഫീസ് റെന്റ് ആൻഡ് ടാക്സ് എന്താണ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിന് കീഴിൽ വരുന്നതാണ്. ദെൻ ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷൻ എവിടെ വരേണ്ടതാണ്, ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷൻ അത് ട്രാവലർ എന്ന് പറയുമ്പോൾ എന്താണ്, വാഹനവുമായി ബന്ധപ്പെട്ട് വാഹനം സാധനങ്ങൾ ഓഫീസിൽ നിന്നും എൻഡ് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്. ഓക്കെ, അപ്പോൾ അത് എവിടെ വരണം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിനകത്ത് വരേണ്ടതാണ്. പിന്നെ വരുന്നത് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ട്. ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതിയെടുക്കുകയും അതുപോലെ തന്നെ ഈ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരച്ച് ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് ആദ്യം നമുക്ക് ഫോർമാറ്റ് ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈം കോസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റിലെ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് വേജ് എന്നുള്ളതാണ് പ്രൈം കോസ്റ്റ് പറയുന്നത്. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നേരിട്ട് തന്നിട്ടുണ്ടോ, ഇല്ല. നമുക്കിവിടെ തന്നിട്ടുള്ളത് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എന്തൊക്കെയാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടെന്ന് പറയുന്നു, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടെന്ന് പറയുന്നു, ആ പർച്ചേസുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിന്റെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂമഡ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അതാണ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂമഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂമഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എടുക്കേണ്ട ഐറ്റം എന്താണ്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതായത് എങ്ങനെയാ, അതായത് ഒരു പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം, രണ്ട് എമൗണ്ട് കോളം എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ ഫസ്റ്റ് എമൗണ്ട് കോളം ഇന്നർ കോളായിട്ട് കരുതിയാലും മതി, വരയ്ക്കണം നിർബന്ധമില്ല. ഔട്ടർ കോളായിട്ട് ഇന്നർ കോളത്തിനകത്ത് ചെയ്താലും മതി. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമുക്ക്, അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ്. അത് നമ്മൾ ആദ്യം നമുക്ക് ചെയ്താൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 75,000 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് എഴുതുന്നു. എത്രയാണ് എമൗണ്ട് വരുന്നത്, ഇന്നർ കോളത്തിൽ നമ്മൾ എഴുതുകയാണ്, എത്രയാണ് എമൗണ്ട്, 75,000. 75,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലേ. ഈ ഇത് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിനോട് കൂടി ഇനി എന്താ ചെയ്യേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിനോട് കൂടി ആഡ്, എന്തെല്ലാം ആഡ് ചെയ്യണം, ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്,
ആഡ് ചെയ്യേണ്ടത് പർച്ചേസ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യണം? പർച്ചേസ് ആഡ് ചെയ്യണം. പിന്നെന്താ? പിന്നെ എക്സ്പെൻസ് ഓൺ പർച്ചേസ് ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ ആഡ് പർച്ചേസ്. പർച്ചേസ് എത്രയാണ്? പർച്ചേസ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. പർച്ചേസ് എത്രയാണ്? പർച്ചേസ് എത്രയാണ്? നോക്കി, ക്വസ്റ്റ്യനകത്ത് നോക്കിയത് കാണാം. പർച്ചേസ് എവിടെയാ? ഇതാ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? 66,000. അപ്പൊ നമ്മൾ എമൗണ്ട് എഴുതുന്നു 66,000 പർച്ചേസ് 66,000 66,000. ഓക്കെ. ഇനി ആഡ് ചെയ്യേണ്ട എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട് ഇതിനോട് കൂടി? ഉണ്ട്. ഇനിയും ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ട്. എന്താണ്? പർച്ചേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പെൻസ് ഓൺ പർച്ചേസ് നമുക്ക് അതിനകത്ത് ഉണ്ട്. നമുക്കറിയാം, ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി വായിച്ചതാണല്ലോ. നോക്കി, ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾക്ക് കാണാം. എവിടെയാണ് എക്സ്പെൻസ് ഓൺ പർച്ചേസിനെ കുറിച്ച് പറയുന്നത്? എക്സ്പെൻസ് ഓൺ പർച്ചേസ് എവിടെയാ? ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. എക്സ്പെൻസ് ഓൺ പർച്ചേസ് എത്രയാണ്? എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഉള്ളത് 1,500. അതെന്ത് ചെയ്യണം? നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ. എക്സ്പെൻസ് ഓൺ പർച്ചേസ് 1,500 എക്സ്പെൻസ് ഓൺ പർച്ചേസ്. അത് മാത്രമാണോ ഉള്ളത്? ഇനി എന്ത് ചെയ്യണം? അപ്പൊ ഇത്രയാണ് ആഡ് ചെയ്യാൻ ഐറ്റംസ് ഉള്ളത്. ഓക്കെ. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മൾ ലെസ് ചെയ്യുക. ലെസ് ചെയ്യേണ്ട ഐറ്റംസ് എന്താണ്? ഇനി ലെസ്. അതിൽ നിന്ന് ഒരു ഐറ്റം ലെസ് ചെയ്യേണ്ടതുണ്ട്. ലെസ് ചെയ്യേണ്ട ഐറ്റംസ് നമുക്ക് എഴുതാം. ലെസ് ചെയ്യേണ്ട ഐറ്റം എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഡേറ്റ് വൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഡേറ്റ് എന്താണ്? ഒന്ന് ഓപ്പണിംഗ് ഡേറ്റ് 1 സെപ്റ്റംബർ ആണ്. ക്ലോസിംഗ് ഡേറ്റ് എന്താണ്? 30 സെപ്റ്റംബർ ആണ്. ആ മാസത്തിന്റെ അവസാനം. ഓക്കെ. അപ്പൊ ഡേറ്റ് വൈസ് നമുക്ക് അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് എഴുതുക. അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഇങ്ങനെ എഴുതാം. 30th സെപ്റ്റംബർ ടു 21 എന്ന രീതിയിൽ എഴുതാം. ഓക്കെ. നമ്മൾ എഴുതുന്നു. അപ്പൊ ഇത് മൈനസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് എമൗണ്ട് കോളത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ബ്രാക്കറ്റിനകത്ത് എഴുതാം. ഓക്കെ. ബ്രാക്കറ്റിനകത്ത് എത്ര എമൗണ്ട് വരുന്നത്? മൈനസ് ചെയ്യേണ്ട എമൗണ്ട് നോക്കി. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്? 91,500 91,500 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. 91,500. ഓക്കെ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 ഐറ്റംസ് ആഡ് ചെയ്ത് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ആഡ് പർച്ചേസ്, ആഡ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം. എന്താണ് അതിന്റെ ആ ആൻസറിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസറിനെ വിളിക്കുന്ന പേര് ആണെന്ത്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. എത്ര വരുന്ന ആൻസർ? 51,000 ആണ് നമുക്ക് ആൻസർ വരുന്നത്. 51,000. ആൻസറിനെ വിളിക്കുന്ന പേരെന്താണ്? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് എഴുതാം. അപ്പൊ ആൻസറിനെ നേരെ നമുക്ക് എഴുതാം. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓക്കെ. ആൻസർ നമുക്ക് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് എഴുതാം. ക്ലിയർ? ഇനി അടുത്ത എന്താണ്? അടുത്തത് നമ്മൾ പ്രൈം കോസ്റ്റിലേക്ക് അടുത്ത വേണ്ട എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് വേജോ അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബറുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ കാണാം ഇവിടെ ഡയറക്റ്റ് വേജിന്റെ എത്രയാണ്? 52,500. അപ്പോൾ നമുക്ക് എഴുതാം ഡയറക്റ്റ് വേജ്. ഇവിടെ ഡയറക്റ്റ് വേജ് ഉള്ളത് കൊണ്ട് നമ്മൾ എഴുതുന്നു ഡയറക്റ്റ് വേജ് ഉണ്ട് ഇവിടെ. എത്രയാണ് ഡയറക്റ്റ് വേജ്? 52,500. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം ഡയറക്റ്റ് വേജ് 52,500 ആണ്. 52,500 നമുക്ക് നേരിട്ട് ഔട്ടർ കോളത്തേക്ക് എഴുതാം. ഡയറക്റ്റ് വേജിൽ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ. 52,500 ഔട്ടർ കോളത്തേക്ക് എഴുതി. ഇനി ഡയറക്റ്റ് എക്സ്പെൻസസിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ രണ്ട് ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാം. കിട്ടുന്ന റിസൾട്ടിനെ വിളിക്കുന്ന പേര് പ്രൈം കോസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ പ്രൈം കോസ്റ്റ് ഞാനൊന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. നമുക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ. ഈ പ്രൈം കോസ്റ്റ് എഴുതാം. പ്രൈം കോസ്റ്റ് അതിന് ഞാനൊന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്നവരാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഇവിടെ എത്രയാണ് വന്നത്? ഇത് രണ്ടെണ്ണം കൂടി ആഡ് ചെയ്ത് നോക്കുക. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? പ്രൈം കോസ്റ്റ് വന്നത് 51,500 പ്ലസ് 51,000 പ്ലസ് 52,500. ഇപ്പൊ എത്ര വരും? 1,03,500. 1,03,500 അല്ലേ വരുന്നത്? ചെയ്ത് നോക്കിയ 1,03,500 ആണ് പ്രൈം കോസ്റ്റ് വരുന്നത്. 1,03,500. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഈ പ്രൈം കോസ്റ്റിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ആഡ്
ആഡ് എന്താ ആഡ് ചെയ്യേണ്ടത്? ആഡ് ഫാക്ടറി ഓവർഹെഡ് അല്ലേ? ആഡ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞ സിംഗിൾ എമൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് അത് മതിയായിരുന്നു. ഇവിടെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞ സിംഗിൾ എമൗണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലില്ല. നമുക്ക് ഫാക്ടറി ഓവർഹെഡുകൾ കുറെ ഐറ്റംസ് ഇതിനകത്തുണ്ട്. ഒരു 3 ഐറ്റംസ് ഏതൊക്കെയാണുള്ളത്? നമുക്ക് നോക്കി ഇവിടെ ഫാക്ടറി ഓവർഹെഡിനെ കുറിച്ച് ഇൻഫർമേഷൻ ഡയറക്റ്റ് വേജിന് താഴെ തൊട്ടടുത്ത് ഉണ്ട് ഇൻഡയറക്റ്റ് വേജ്. ഇൻഡയറക്റ്റ് വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫാക്ടറി ഓവർഹെഡ് ആണ്. നമുക്ക് ഇൻഡയറക്റ്റ് വേജിന് എടുക്കാം. ഓക്കെ, ഇൻഡയറക്റ്റ് വേജ്. പിന്നെന്താ ഉള്ളത്? ഇൻഡയറക്റ്റ് വേജ് എത്രയാണ്? ഇൻഡയറക്റ്റ് വേജ് 2750 ഇൻഡയറക്റ്റ് വേജ് വരുന്നത്. നമുക്ക് ഇൻഡയറക്റ്റ് വേജ് എഴുതാം. ഇൻഡയറക്റ്റ് വേജ് ഉണ്ട്. ഇൻഡയറക്റ്റ് വേജ് വരുന്നത് 2750. ഓക്കെ, ഇൻഡയറക്റ്റ് വേജ് 2750 വരുന്നത്. പിന്നെ അടുത്ത ഐറ്റം എന്താ ഉള്ളത്? അടുത്ത ഐറ്റം പിന്നുള്ളത് ഫാക്ടറി റെന്റ് റൈറ്റ് ആൻഡ് പവർ ഉണ്ട്. ഫാക്ടറി റെന്റ് റൈറ്റ് ആൻഡ് പവർ അങ്ങനെ റൈറ്റ് അതിനകത്തുണ്ട്. അതിനെ നമുക്ക് എടുക്കാം. അതും എന്താണ്? ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഫാക്ടറി ഓവർഹെഡ് ആണ്. അപ്പോൾ ഫാക്ടറി റെന്റ് റൈറ്റ് ആൻഡ് പവർ. ഓക്കെ, ഫാക്ടറി റെന്റ് റൈറ്റ് ആൻഡ് പവർ ഉണ്ട്. എത്രയാണത്? ഫാക്ടറി റെന്റ് റൈറ്റ് ആൻഡ് പവർ വരുന്നത് എമൗണ്ട് ഫാക്ടറി റെന്റ് റൈറ്റ് ആൻഡ് പവർ എവിടെയാ? ഫാക്ടറി റെന്റ് റൈറ്റ് ആൻഡ് പവർ 15,000 ആണ് വരുന്നത് അല്ലേ? 15,000. യെസ്, 15,000 ഇവിടെ കൊണ്ട് എഴുതുക. 15,000. യെസ്. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടറി ഓവർഹെഡുകൾ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്താണ്? ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? ക്വസ്റ്റ്യനിൽ നോക്കി. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 3500. അതും ഫാക്ടറിയുമായി പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുമ്പോൾ അത് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് എഴുതാം. ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? 3500. 3500. ഇത് മാത്രം മതിയോ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്ന ഡയറക്റ്റ് ഐറ്റംസ് ഉള്ളത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനോട് ഈ കിട്ടിയ ഐറ്റത്തിനോട് കൂടി എന്ത് ചെയ്യണം? ആഡ്. എന്താ ആഡ് ചെയ്യേണ്ടത്? ആഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? അതും ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ട് അല്ലേ? ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ മനസ്സിലാക്കാം. അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് 1 സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് 1 സെപ്റ്റംബർ. എത്രയാണത് എമൗണ്ട് വന്നിട്ടുള്ളത്? വർക്ക് ഇൻ പ്രോഗ്രസ് 1 സെപ്റ്റംബറിൽ നമുക്ക് തന്നിട്ടുള്ളത് 2800 ആണ്. സോറി 28,000 ആണ്. 28,000. 28,000. ദെൻ പിന്നെ എന്ത് ചെയ്യണം? അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ലെസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടെ തന്നിട്ടുണ്ട്. ലെസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? ലെസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 35,000 അല്ലേ? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 35,000. അപ്പം മൈനസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് നമുക്ക് അതിനെ ബ്രാക്കറ്റിനകത്ത് എഴുതാം. മൈനസ് ചെയ്യുന്ന ഐറ്റമാണ് ബ്രാക്കറ്റിനകത്ത് 35,000. ഓക്കെ, ഇതൊക്കെ നമ്മളിപ്പോൾ ഔട്ടർ കോളത്തിലാണ് എഴുതിയത്. ബൈ മിസ്റ്റേക്ക് എഴുതി പോയതാണ്. നമുക്ക് അതിനൊക്കെ എന്ത് ചെയ്യാം? ഇന്നർ കോളത്തിലേക്ക് അതിനെ മാറ്റി എഴുതാം. ഓക്കെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നർ കോളത്തിൽ ഫൈനൽ ആൻസറായി നമുക്ക് ഔട്ടർ കോളത്തേക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. അതിന് ഇന്നർ കോളത്തേക്ക് നമുക്ക് തൽക്കാലം മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നല്ല തുടങ്ങുന്നത്. അതിന് നമ്മൾ ഇന്നർ കോളത്തിലേക്ക് മാറ്റി എഴുതുന്നു. കിട്ടുന്ന ആൻസർ നമുക്ക് ഔട്ടർ കോളത്തേക്ക് എഴുതാം. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ് നോക്കി? അപ്പോൾ ഇത്ര ഐറ്റംസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ വരുന്നത് കോസ്റ്റ് ഓഫ് നമുക്ക് കിട്ടുന്ന ഏറ്റവും ഫൈനൽ ആൻസർ വരുന്നത് എത്രയാണ്? വർക്ക് കോസ്റ്റ് വരുന്നത് 35,000 കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഏതൊക്കെ എമൗണ്ട് വരുന്നത്? 2,750 പ്ലസ് അല്ലേ? 2,750 പ്ലസ് 15,000 പ്ലസ് 3,500 പ്ലസ് 28,000.
ഓക്കെ, മൈനസ് എത്രയാണ് 35,000. അപ്പൊ എത്ര വരും? 35,000 ആവും 14,250 വരുന്നത് അല്ലെ, 14,250. ആ 14,250 നമുക്ക് ഇവിടെ എഴുതാം, 14,250. ഓക്കെ, ഈ 14,250 എന്ത് ചെയ്യണം? നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള പ്രൈം കോസ്റ്റിനോട് കൂടി ആഡ് ചെയ്യുക. പ്രൈം കോസ്റ്റ് നമുക്ക് അറിയാം, എത്ര പ്രൈം കോസ്റ്റ്? 1,03,500 ആണ്. അതിനോട് കൂടി 14,250 കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര വരും? 14,250 1,03,500 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് 1,17,750 വരും. അതാണ് എന്ത്? വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ 14,250 എന്ന് പറഞ്ഞ എന്ത് എമൗണ്ട് ആണ്? നമ്മുടെ ഫാക്ടറി ഓവർഹെഡ് ആണ്. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡിന്റെ ടോട്ടൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അറിയാലോ വർക്ക് കോസ്റ്റ്. അപ്പൊ നമുക്ക് എഴുതാം, വർക്ക് കോസ്റ്റ് ഉണ്ട്, വർക്ക് കോസ്റ്റ്. ഇവിടെ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എന്നതിനെ വിളിക്കാം. വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ഇവിടെ എത്രയാണ് വന്നത്? ഇതിവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1,11,000 അല്ല, 1,17,000 അല്ലേ, 17,750 ചെയ്ത് നോക്കണേ, ടോട്ടൽ ചെയ്ത് നോക്കുക നിങ്ങൾ, അത് കറക്റ്റ് ആണോ എന്നുള്ളത്. 1,17,750, അത് പ്രൈം കോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള 1,03,500 പ്ലസ് നമ്മുടെ ഫാക്ടറി ഓവർഹെഡിന്റെ ടോട്ടൽ 14,250. ഓക്കെ, അപ്പോൾ 1,17,750 നമുക്കിവിടെ വർക്ക് കോസ്റ്റ് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക, അതിനായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി വർക്ക് കോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി എന്താണ്? വർക്ക് കോസ്റ്റിനോട് കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ആഡ്. എന്താ ആഡ് ചെയ്യേണ്ടത്? ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അല്ലെ, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് നോക്കുക. അതിനൊക്കെ നമുക്ക് ഇന്നർ കോളത്തിലേക്ക് എഴുതാം. അപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം ഐറ്റംസ് ഇതിനകത്ത് തന്നിട്ടുള്ളത്? നമുക്ക് ആകെ തന്നിട്ടുള്ള ഓഫീസ് റെന്റ് ആൻഡ് ടാക്സസ് പറഞ്ഞിട്ടുള്ള ഐറ്റം ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം എന്താണ്? ഓഫീസ് റെന്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2,500 രൂപയാണ് നമുക്ക് ഇവിടെ ആകെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് എഴുതാം. ഓക്കെ, ഓഫീസ് റെന്റ് ആൻഡ് ടാക്സ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ വരുന്നത് ആകെ ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ആ ഐറ്റത്തിനെ നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുന്നില്ല, നേരിട്ട് ഔട്ടർ കോളത്തേക്ക് തന്നെ കൊണ്ട് എഴുതാണ്. കാരണം ഞാൻ വീണ്ടും ഇന്നർ കോളത്തേക്ക് എഴുതി പിന്നെ ഔട്ടർ കോളത്തേക്ക് എഴുതാന്ന് കണ്ടല്ലോ, നേരിട്ട് എഴുതാം. എത്ര വരുന്ന എമൗണ്ട്? 2,500. ഓക്കെ, അപ്പോൾ 1,17,750 കൂടി ഈ 2,500 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഏതിനോട് കൂടി ആഡ് ചെയ്യണം ഇതിനെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1,17,750 കൂടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ കിട്ടുന്ന ആൻസർ എത്രയാണ്? അപ്പൊ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1,17,750 പ്ലസ് 2,500. അപ്പോൾ കിട്ടുന്നത് 1,20,250 ആണ് ആൻസർ വരുന്നത്. 1,20,250. ഈ ആൻസറിനെ വിളിക്കുന്ന പേരെന്താണ്? ആ ആൻസറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം അല്ലെ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. യെസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമുക്ക് ആൻസറിനെ വിളിക്കാം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി എന്ത് ചെയ്യണം നമ്മള്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി നമ്മൾ വീണ്ടും എന്ത് ആഡ് ചെയ്യുക? നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആക്കി മാറ്റണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് അതിനോട് കൂടി എന്ത് ആഡ് ചെയ്യേണ്ടത്? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എങ്ങനെ നമ്മൾ കണ്ടെത്തും? ക്വസ്റ്റ്യനകത്ത് ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യുക. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെ. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്? എമൗണ്ട് എത്രയാണെന്ന് നോക്കി. എമൗണ്ട് വന്നിട്ടുള്ളത്
54,000 ആണ്. 54,000 54,000 54,000. ഓക്കെ. ദെൻ എന്ത് ചെയ്യണം? ആ കിട്ടിയ അതിനോട് പിന്നെ എന്ത് ചെയ്യണം? ആഡ് ചെയ്താൽ മാത്രം മതി, പോരാ. ലെസ് എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ക്വസ്റ്റിനകത്ത് ഡേറ്റ് തന്നിട്ടുണ്ട്. 30 സെപ്റ്റംബർ ആണല്ലേ? 30 സെപ്റ്റംബർ 2021 അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അത് ലെസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിനെ ബ്രാക്കറ്റിനകത്തിട്ട് എഴുതുക. ലെസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് എത്രയാണ് ലെസ് ചെയ്യുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് 31,000 31,000 നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എന്താ അതിനെ വിളിക്കുന്ന ആൻസറിനെ വിളിക്കുന്ന പേര്? ആ ആൻസറിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്, അല്ലേ? അത് നമുക്ക് ആദ്യം കിട്ടി വർക്ക് കോസ്റ്റിനോട് കൂടി ഓഫീസിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഡിഫറൻസ്, അതായത് ആഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് രണ്ട് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ഫൈനൽ ആൻസറിന് എന്ത് വിളിക്കും? ആ ഫൈനൽ ആൻസറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്നത് എത്രയാണ്? ചെയ്ത് വെക്കുമ്പോൾ വരുന്നത് 1,43,250 ആണ്. 1,43,250 ആണ് ഇവിടെ എന്ത് വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്നത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പൊ നമ്മൾ 4 സ്റ്റേജ് ആയി അല്ലെ? ഇനി ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്ക് എന്താകും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ ഇനി എന്താക്കി മാറ്റണം? കോസ്റ്റ് ഓഫ് സെയിൽ ആക്കി മാറ്റണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ കോസ്റ്റ് ഓഫ് സെയിൽ ആക്കി മാറ്റണമെങ്കിൽ എന്താവണം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ കോസ്റ്റ് ഓഫ് സെയിൽ ആക്കി മാറ്റണമെങ്കിൽ അത് എന്തായാലും അങ്ങനെ ആവുള്ളൂ. അതിനോട് കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കോസ്റ്റ് ഓഫ് സെയിൽ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ് ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പൊ ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ ഓൾറെഡി നോക്കിയ സമയത്ത് പറഞ്ഞിരുന്നു. ഒരു കാരേജ് ഔട്ട്വേർഡ് ഉണ്ട്, അഡ്വർടൈസിംഗ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ട്രാവലേഴ്സ് സാലറി ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം കാരേജ് ഔട്ട്വേർഡ് എടുക്കാം. കാരേജ് ഔട്ട്വേർഡ് എത്രയാണ് വരുന്നത്? കാരേജ് ഔട്ട്വേർഡ് 2,500 ആണ് കാരേജ് ഔട്ട്വേർഡ്, അല്ലെ? ആ 2,500 നമുക്ക് ഇവിടെ എഴുതാം. കാരേജ് ഔട്ട്വേർഡ് 2,500. ഓക്കെ, അത് നമുക്ക് ഇന്നർ കോളത്തിൽ എഴുതാം. 2,500 കാരേജ് ഔട്ട്വേർഡ് ഉണ്ട്. 2,500. പിന്നെ ഇനി എന്താ ഉള്ളത്? അടുത്ത ഐറ്റം സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന അഡ്വർടൈസിംഗിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അഡ്വർടൈസിംഗ് നമുക്ക് എഴുതാം. അഡ്വർടൈസിംഗ് എത്രയാണ്? അഡ്വർടൈസിംഗ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ക്വസ്റ്റ്യൻ അറിയാം. 3,500 ആണ് അഡ്വർടൈസിംഗ് വരുന്നത്. 3,500 അല്ലെ? 3,500. യെസ്, 3,500. 3,500. ഇനി അടുത്ത ഐറ്റം എന്താണ്? കാരേജ് അഡ്വർടൈസിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ഐറ്റം ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം കാണുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഏതുമായി ബന്ധപ്പെട്ട് വരുന്ന ഐറ്റമാണ്? ഈ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലാണ് കാണിക്കേണ്ടത്. ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം. എമൗണ്ട് വരുന്നത് എത്രയാണ്? ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷൻ വരുന്നത് 6,500. ഓക്കെ, ഇതിനെ ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് ഔട്ടർ കോളത്തേക്ക് എഴുതാം. ഇതിനെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഈ 3 ഐറ്റത്തിനെ ടോട്ടൽ ചെയ്യുകയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഈ 3 ഐറ്റം നമുക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. നമുക്ക് ഔട്ടർ കോളത്തേക്ക് എഴുതാം. എത്ര വരുന്നത്? 2,500 പ്ലസ് 3,500 പ്ലസ് 6,500. മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,500 ആണ് വരുന്നത്, അല്ലെ? 12,500. ഓക്കെ, 12,500 വരുന്നു. ക്ലിയർ? ഇനി ഈ 12,500ഉം 1,43,250 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടുള്ള 1,43,250 കൂടി ആഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ 5th സ്റ്റേജ്, അതായത് എന്താണ്? കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ആ കിട്ടുന്ന ആൻസർ എത്രയാണ്? 1,43,250 പ്ലസ് 12,500. അപ്പോൾ 1,50,55,750 വരും. 55,750 അല്ലെ? അല്ല വരുന്നത്? ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. 1,55,750 വരും. ക്ലിയർ? അതിനെ വിളിക്കുന്ന പേര് എന്താണ്? അതിനെ വിളിക്കുന്ന പേര് നമുക്കറിയാം. എന്താ അതിനെ വിളിക്കുക? കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. കോസ്റ്റ് ഓഫ് സെയിൽ. ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽ വന്ന എത്രയാണ്? 1,55,750. വിളിക്കേണ്ട പേര് കോസ്റ്റ് ഓഫ് സെയിൽ.
കോസ്റ്റ് ഓഫ് സെയിൽ നമുക്ക് കിട്ടി. ഈ കോസ്റ്റ് ഓഫ് സെയിലിനെ നമുക്ക് ഒന്നുകിൽ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിലിനെ നമുക്ക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്നുള്ള പേരിലും വിളിക്കാം. അപ്പൊ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ് ഓഫ് സെയിൽ, അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ. യെസ്. ഇനി ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട്. എന്താ ഇൻഫർമേഷൻ? നമുക്കറിയാം ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് സെയിൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ. സെയിൽസ് എത്രയാണ്? 2 lakh നമുക്ക് ഇവിടെ സെയിൽസ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽ. ടോട്ടൽ കോസ്റ്റിനോട് കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പൊ നമുക്കിവിടെ പ്രോഫിറ്റ് എത്രയെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, നമുക്ക് എന്തുണ്ട് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഇവിടെ എഴുതാം. ഓക്കെ, ഇതിനകത്ത് ഇടയിലൊരു ഐറ്റം ഇതാണുണ്ട്, എന്താണത്? പ്രോഫിറ്റ് ആണ്. കാരണം എന്താണ്? പ്രോഫിറ്റ് ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെ? സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് സെയിൽസ്? സെയിൽസ് 2 ലക്ഷമാണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് 2 ലക്ഷമാണ് ക്വസ്റ്റ്യനകത്ത്, 2 ലക്ഷമാണ് ഇവിടെ സെയിൽസ് എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് എത്രയാണ് കണ്ടെത്തിക്കൂടെ? എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താം? ഈ 1,55,750 അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ നിന്നും 1,55,750 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും, അല്ലെ? അപ്പൊ പ്രോഫിറ്റ് എത്ര വരുന്നത്? 44,250 ആയിരിക്കും അവിടെ പ്രോഫിറ്റ് വരുന്നത്. 44,250 ആണ് അവിടെ നമുക്ക് എന്ത് വരുന്നത്? പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ എങ്ങനെയാ പ്രോഫിറ്റ് കിട്ടിയത്? ഈ പ്രോഫിറ്റ് കിട്ടിയത് നമ്മുടെ ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തരാത്ത ഐറ്റം ആണ്, അത് നമ്മൾ കണ്ടുപിടിച്ച ഐറ്റം ആണ്. അതുകൊണ്ട് അതിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്താം? ബാലൻസിങ് ഫിഗർ എന്ന് ചെയ്താം. നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ് ഈ ഐറ്റത്തെ. ഇതെങ്ങനെ കിട്ടി? നമുക്ക് ക്വസ്റ്റ്യനകത്ത് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് 2 ലക്ഷമാണ് നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ടോട്ടൽ കോസ്റ്റിനോട് കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണെന്ത്? ഈ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതാണ് സെയിൽസ്. സെയിൽസ് 2 lakh ആണ്. അപ്പം ഇവിടെ ഫൈനൽ ആൻസർ അത് നമുക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ഫിഗർ ആയിട്ട് കിട്ടുന്ന ആൻസർ 44,250 ആണ് ഇവിടെ എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ 5 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെ? ഒന്നുകൂടി നോക്കി, എന്താണ്? ഏറ്റവും ആദ്യം പ്രൈം കോസ്റ്റ്, ഒന്നാമത്തെ സ്റ്റേജ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിനോട് കൂടി നമ്മൾ ഫാക്ടറി ഓവർ ഹെഡുകൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ടാം സ്റ്റേജിലേക്ക് എത്തും. എന്താണ്? വർക്ക് കോസ്റ്റ്. രണ്ടാം വർക്ക് കോസ്റ്റിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നു. ഇവിടെ ഈ ക്വസ്റ്റിൽ ആകെ ഒരു ഐറ്റം ഉള്ളൂ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിന് വിളിക്കുന്ന ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സും ആഡ് ചെയ്യുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിനോട് കൂടി വീണ്ടും എന്ത് ചെയ്യുന്നു? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നു. ആ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡുകൾ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്നവർ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഇവിടെ ടോട്ടൽ കോസ്റ്റ് കിട്ടിയത് എത്രയാണ്? 1,55,750 ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടിയത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പ്രോഫിറ്റ് അറിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ടോട്ടൽ കോസ്റ്റ് ആഡ് പ്രോഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, സെയിൽസ് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ സെയിൽസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? എത്രയാണ്? 2 lakh ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. 2 lakh നിന്നും കോസ്റ്റ്, പ്രോഫിറ്റിൽ പ്രോഫിറ്റിൽ നിന്നും കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും, അല്ലെ? അപ്പോൾ 2 lakh മൈനസ് 1,55,750 ചെയ്ത് കഴിഞ്ഞാൽ 44,250 ആണ് ഇവിടെ പ്രോഫിറ്റ്. അത് നമ്മളിവിടെ കണ്ടുപിടിച്ച ഐറ്റം അതുകൊണ്ട് അത് നേരെ എന്ത് ചെയ്യുക? ബാലൻസിങ് ഫിഗർ എന്ന് കാണിക്കുക. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഈ കഴിഞ്ഞ വീഡിയോ കണ്ട് അതിന്റെ ഫോർമാറ്റ് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടിയും ഒറ്റയ്ക്ക് ഈ പ്രോബ്ലം ഇപ്പോൾ എന്നോടൊപ്പം ചെയ്തതിന് ശേഷം ഒറ്റയ്ക്ക് ഒന്ന് സെയിം പ്രോബ്ലം ഒന്ന് എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് അതിന്റെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.